ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ കനത്ത തിരിച്ചടിക്കു പിന്നാലെ ഗൃഹസമ്പർക്കം സജീവമാക്കാൻ CPIM തീരുമാനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് താഴെത്തലത്തിൽ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമാണ് ഗൃഹസമ്പർക്കവുമായി CPIM ജനങ്ങളിലേക്ക് ഇറങ്ങുക. നഷ്ടപ്പെട്ട ജനപിന്തുണ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇനി ഗൃഹസന്ദർശനമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടിംഗ് തുടരുകയായിരുന്നു. തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ അതുപോലെ നല്ല തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അത് തിരുത്താനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നേതാക്കൾ പറഞ്ഞിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടു എന്നൊരു വിലയിരുത്തൽ CPIM-നകത്ത് തന്നെയുണ്ട്. ഒപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്നുള്ളതാണ് പൊതുവെ CPIM-ൽ വിലയിരുത്തുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ CPIM-ൻ്റെ മേഖലാതല റിപ്പോർട്ടിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് മേഖലാതല റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. ഉത്തരമേഖലാതല റിപ്പോർട്ടിങ്ങിൽ CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഇന്നവർ കൊല്ലത്താണ്. തെക്കൻ മേഖല CPIM-ൻ്റെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവർ അവിടെയാണുള്ളത്. അതിൽ തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം തുടങ്ങിയ ജില്ലകളുടെ പ്രതിനിധികളാണ്. ജില്ലാ സെക്രട്ടറിമാർ മുതൽ ഒപ്പം തന്നെ ലോക്കൽ സെക്രട്ടറിമാർ വരെയുള്ള ആളുകളാണ് അതിൽ സംബന്ധിക്കുന്നത്. ഇതിനുശേഷം ഇനിയിപ്പോൾ ജില്ലാ തലങ്ങളിൽ വിവിധ ഏരിയകൾ തിരിച്ചുള്ള റിപ്പോർട്ടിങ്ങുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് ലോക്കൽ തലങ്ങളിലേക്ക് പോയി പിന്നീട് ബ്രാഞ്ച് തലങ്ങളിലേക്ക് ആ റിപ്പോർട്ട് എത്തും. പാർട്ടിയുടെ തോൽവിയുടെ കാരണം കൃത്യമായി പാർട്ടി പ്രവർത്തകരെ ബോധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് CPIM-നുള്ളത്. ഈ റിപ്പോർട്ടിങ്ങിന് ശേഷമാണ് ഗൃഹസമ്പർക്കം സജീവമാക്കുക എന്ന നിലയിലേക്ക് CPIM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ റിപ്പോർട്ടിങ്ങുകൾ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുക. ഒപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു LDF-നെ സംബന്ധിച്ച് CPIM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായത് ക്ഷേമ പെൻഷൻ്റെ വിതരണം കുടിശ്ശികയായതും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ DA കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ, അത് സർക്കാർ ജീവനക്കാരെയും ഒപ്പം തന്നെ പൊതുജനങ്ങളെയും എല്ലാം തന്നെ സർക്കാരിനെ എതിരാക്കി ഒപ്പം തന്നെ CPIM-നെ എതിരാക്കി എന്നൊരു വികാരമാണ് പാർട്ടിക്കകത്തുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി CPIM നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്രം കൃത്യമായി ഫണ്ട് അനുവദിച്ചിട്ടില്ല. ആ ഫണ്ട് അനുവദിക്കാത്തത് കാരണമാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായത്. അത് പക്ഷേ ക്ഷേമ പെൻഷനൊന്നും വിതരണം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സംസ്ഥാന സർക്കാരിനുണ്ടായത്. എന്നാൽ അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാർട്ടി കേഡർമാർക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് CPIM വൃത്തങ്ങളിൽ പ്രത്യേകിച്ച് ഈ മേഖലാതല ചർച്ചകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചടി അത് മറികടക്കാൻ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വീടുകൾ തോറും കയറി സ്ക്വാഡ് വർക്ക് നടത്തുക, ഗൃഹസമ്പർക്ക പരിപാടി നടത്തുക എന്നുള്ളത് തന്നെയാണ്. നിലവിലും CPIM ഗൃഹസമ്പർക്കം നടത്താറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സക്രിയമായി സജീവമായി ജനകീയ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ തീർക്കുന്ന രീതിയിൽ ഒപ്പം തന്നെ കുടിശ്ശികയായ കാര്യം ഉൾപ്പെടെ സാധാരണ വീടുകളിലെത്തി സാധാരണക്കാരോട് സംസാരിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനമാണ് പാർട്ടി തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക തീരുമാനം ഒപ്പം തന്നെ ഇത് നടപടിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ താഴെത്തലത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ടിംഗ് പ്രക്രിയ പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ഗൃഹസമ്പർക്കം സജീവമാക്കാൻ CPIM തീരുമാനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് താഴെത്തലത്തിൽ ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമാണ് ഗൃഹസമ്പർക്കവുമായി CPIM ജനങ്ങളിലേക്ക് ഇറങ്ങുക.